രാജൻ ഗുരുക്കൾ ചേരുന്നുണ്ട്. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനാണ്. ശ്രീ രാജൻ ഗുരുക്കൾ, പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ വിടവാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് അങ്ങ് അനുസ്മരിക്കുന്നത്? ചരിത്ര ഗവേഷണ മേഖലയിൽ എൻ്റെ ആണ് ഞാൻ MGS നാരായണനെ കാണുന്നത്. അത് വെറുതെ കാണുകയല്ല, ചരിത്ര ഗവേഷണ മേഖലയിൽ എനിക്ക് ഹരിശ്രീ എഴുതിച്ച ഒരു മഹാനായ ചരിത്രകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ വാസ്തവത്തിൽ പരിചയപ്പെടുകയും അദ്ദേഹവുമായി ഇടപെടുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ചരിത്ര ഗവേഷണ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലിയൊരു സവിശേഷത, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവേഷകന്റെ പ്രധാനപ്പെട്ട ജോലി നിലവിലുള്ള വിജ്ഞാനം ആവർത്തിക്കലല്ല, അതിനെ നിരാകരിക്കലാണ് എന്നുള്ളതാണ്. വെറുതെ വാശിക്ക് വേണ്ടി നിരാകരിക്കലല്ല, തെളിവ് സാമഗ്രികളുടെ സഹായത്തോടുകൂടി അത് നിർവഹിക്കുക എന്നുള്ളതാണ്. കഴിയുമെങ്കിൽ പുതിയ തെളിവ് സാമഗ്രികൾ ശേഖരിച്ചുകൊണ്ടും നിലവിലുള്ള സാമഗ്രികളെ പുനഃപരിശോധനയിലൂടെ ചരിത്ര രചനയ്ക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ടും ഒക്കെയാണ്. എപ്പോഴും അദ്ദേഹത്തിന് വിമർശോന്മുഖമായ ഒരു സമീപനമാണ് ചരിത്ര ഗവേഷണത്തിൽ ഉണ്ടായിരുന്നത് എന്നർത്ഥം. ചരിത്ര രചനയിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം നിലവിലുള്ള കാര്യങ്ങളുടെ വിവരണം ഒരിക്കലും നിർവഹിച്ചിരുന്നില്ല. നിലവിലുള്ള പാഠങ്ങളെ വിമർശോന്മുഖമായ സമീപനത്തിലൂടെ പുനഃപരിശോധിക്കുകയും പലപ്പോഴും അത് നിരാകരിക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളെ ആ വഴിക്ക് കൊണ്ടുവരാനും അത് ഒക്കെ തന്നെയും അദ്ദേഹത്തിന്റെ രചനകളിലൂടെയും അദ്ദേഹം നേടിയ ഉൾക്കാഴ്ചകളിലൂടെയും അവ ആവർത്തിച്ചുകൊണ്ടല്ല, അവയെ വിമർശിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടാണ്. അദ്ദേഹം എല്ലാ വിദ്യാർത്ഥികളെയും അദ്ദേഹത്തിന്റെ സമന്മാരായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അവർക്കൊക്കെ തന്നെയും അദ്ദേഹവുമായി തർക്കിക്കാനുള്ള അവസരം നൽകിയിരുന്നു. അവർ തന്നെ അദ്ദേഹത്തിന്റെ പാഠങ്ങൾ ഉദ്ധരിക്കുന്ന സന്ദർഭം വരുമ്പോൾ ആ പാഠത്തെ അദ്ദേഹം വിമർശിച്ച് കാണിക്കുമായിരുന്നു. അതൊക്കെ തന്നെയും എങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുന്ന ഒരു എൻഗേജ്ഡ് ലേണിംഗ് എന്നുള്ള സംഗതി പറയുന്നു, ഇടപെട്ടുകൊണ്ടുള്ള പഠനം. അത് അദ്ദേഹത്തിന്റെ പാഠങ്ങളുമായി തന്നെ ഇടപെട്ടുകൊണ്ട് എങ്ങനെ പുതിയ നിരൂപണത്തിലേക്കും പുതിയ നിരീക്ഷണത്തിലേക്കും ഒക്കെ പോകാം എന്നുള്ള ഒരു രീതി കാണിക്കുകയും ആ വഴിക്ക് സ്വന്തം വിദ്യാർത്ഥികളെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അങ്ങനെ അനുധാവനം ചെയ്ത വിദ്യാർത്ഥികളൊക്കെ തന്നെയും എനിക്ക് തോന്നുന്നു ചരിത്ര മേഖലയിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു മേൽവിലാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ്. ആ തരത്തിലൊരു വലിയ കടപ്പാടോട് കൂടിയിട്ടാണ് ഞാൻ MGS നാരായണനെ ഓർക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.